ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ബീറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് CBSE സ്റ്റുഡൻസിൻ്റെ മാത്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ സെക്ഷനാണ് എ ലാക്ക് വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ വെറൈറ്റീസിൻ്റെ ലാക്കിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. നിങ്ങളത് വായിച്ച് നോക്കണം, അപ്പോഴേ നമുക്ക് ബാക്കി മനസ്സിലാവത്തുള്ളൂ. ഒബ്സർവ് ദ പാറ്റേൺ ആൻഡ് ഫിൽ ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ ബോക്സിലെ പാറ്റേൺസ് മനസ്സിലാക്കി നമ്മളോട് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഈസ്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. ആൻഡ് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, അതായത് +1 എന്ന് പറഞ്ഞൊരു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 999ൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഈസ്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നമ്മൾ പറഞ്ഞു 999 ആണ്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്? 9999 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ നേരത്തെ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്ന് അറിയാലോ, +1 ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ദ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിൻ്റെ കൂടെ +1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറാണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 99,999 ആയിരിക്കും. അതിലൂടെ +1 ആഡ് ചെയ്യുമ്പോൾ 1 ലാക്ക് കിട്ടും. ഓക്കെ, തന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് +1 ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 19,995 + 19,996. അപ്പോൾ അടുത്തത് ഏതായിരിക്കും വരിക? നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് എ പേഴ്സൺ ate 3 വെറൈറ്റീസ് ഓഫ് റൈസ് എവറി ഡേ? വിൽ ദേ ബി ഏബിൾ ടു ടേസ്റ്റ് ഓൾ ദ ലാക്ക് വെറൈറ്റീസ് ഇൻ 100 years ലൈഫ് ടൈം? ഫൈൻഡ് ഔട്ട്. ഈ ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് 3 വെറൈറ്റീസ് ഓഫ് റൈസ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ? അത് ഒരു ലൈഫ് ടൈമിൽ 100 years ഓഫ് ലൈഫ് ടൈമിൽ എത്ര ലാക്ക് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇയർ എന്ന് പറയുന്നത് നമ്മുടെ 100 yearsൻ്റെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇയർ എന്ന് പറയുന്നത് 365 days ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 100 years എന്ന് പറയുമ്പോൾ 100 × 365 നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 36,500 എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര വെറൈറ്റീസ് ആണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വെറൈറ്റീസ് ടേസ്റ്റോട് 3 വെറൈറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 നമുക്ക് കിട്ടിയിട്ടുള്ള 36,500നെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1,09,500 ആണ്. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ ഓഫ് ചിന്താമണി വാസ് അബൌട്ട് 75,000. ഹൗ മച്ച് ലെസ് ദാൻ 1 lakh ഈസ് 75,000? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2011 ചിന്താമണി എന്ന് പറഞ്ഞ ടൗണിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 75,000 ആണ്. എന്നാൽ 1 lakh നിന്ന് എത്ര കുറവായിരിക്കും 75,000 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 1 lakh നിന്നും 75,000 മൈനസ് ചെയ്താൽ 25,000 കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ചിന്താമണി ഇൻ ദ ഇയർ 2024 ഈസ് 1,16,000. ഹൗ മച്ച് മോർ ദാൻ 1 lakh ഈസ് 1,16,000? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2024 ചിന്താമണി എന്ന് പറഞ്ഞ ടൗണിൽ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1,16,000 ആണ്. എന്നാൽ 1 lakh നിന്നും എത്ര കൂടുതലായിരിക്കും 1,16,000 എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 lakh നിന്നും 1,16,000 മൈനസ് ചെയ്യണം. അപ്പം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. ബൈ ഹൗ മച്ച് ഡിഡ് ദ പോപ്പുലേഷൻ ഓഫ് ചിന്താമണി ഇൻക്രീസ് ഫ്രം 2011 to 2024? ഈ ക്വസ്റ്റ്യനിൽ ചിന്താമണി എന്ന ടൗണിൽ എത്ര പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 2011 നിന്നും 2024 എത്തിയപ്പോൾ എത്ര പോപ്പുലേഷനാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അതായത് 2011 കിട്ടിയിട്ടുള്ള പോപ്പുലേഷനാണ് 25,000. അതുപോലെ തന്നെ 2024 കിട്ടിയിട്ടുള്ള പോപ്പുലേഷനാണ് 6,000 എന്ന് പറയുന്നത്. ഈ രണ്ട് പോപ്പുലേഷനെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.
അപ്പോൾ നമ്മൾ 25,000 പ്ലസ് 6,000 നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 31,000 കിട്ടും. അടുത്തത് ഗെറ്റിംഗ് എ ഫീൽ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദ വേൾഡ് ടോളസ്റ്റ് സ്റ്റാച്യു ഈസ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇൻ ഗുജറാത്ത് ആണ്. ആൻഡ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 meters ആണ്. കുഞ്ചിക്കൽ വാട്ടർഫോൾ ഇൻ കർണാടക ഈസ് സെഡ് ടു ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ് ഓഫ് അബൌട്ട് 450 meters. അതായത് കുഞ്ചിക്കൽ വാട്ടർഫോൾസ് എന്ന് കർണാടകയിലെ വാട്ടർഫോൾസ് ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് 150 meters ആണ്. ഇനി നമുക്കിതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ റൈറ്റ്. സോമോ ഇൻ 1 meter tall. If each floor is about 4 times his height, what is the approximate height of the building? ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പിക്ചർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ സോമുവിന് 1 meter ടോളാണ്, വലിപ്പമുള്ളൂ. എന്നാൽ അതിൽ ഓരോ ഫ്ലോറിനും സോമുവിനെക്കാട്ടിലും 4 times ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൈറ്റ് ഓഫ് 1 floor എന്ന് പറയുന്നത് 4 meter ആണ്. എന്നാൽ നമ്പർ ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ 10 നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ചിത്രത്തിൽ നോക്കി, 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 floors ഉള്ളതുകൊണ്ടാണ് നമുക്ക് 10 എന്നവിടെ കിട്ടിയത്. ഓക്കെ, നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് 10 into 4 ചെയ്യണം. 10നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് 14 കിട്ടും. 14 meters ആണ് ഈ ഒരു ഫ്ലോറിൻ്റെ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഈസ് ടോളർ, ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓർ ദിസ് ബിൽഡിംഗ്? ഹൗ മച്ച് ടോളർ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണ് വലുത്, ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണോ ബിൽഡിംഗ് ആണോ, എത്രയോളമാണ് വലുതായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 meter ആണ്. ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 meter ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 180 - 14 ചെയ്യും. 180 - 40 എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ 140 meters ആണ് അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൗ മച്ച് ടോളർ ഈസ് ദ കുഞ്ചിക്കൽ വാട്ടർഫോൾ ദാൻ സോമോസ് ബിൽഡിംഗ്? ഇതിലെന്ത് പറയുന്നു? കുഞ്ചിക്കൽ വാട്ടർഫോൾസിന് സോമുവിൻ്റെ കെട്ടിടത്തേക്കാൾ, ബിൽഡിങ്ങിനേക്കാൾ എത്ര ഉയരമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കുഞ്ചിക്കൽ വാട്ടർഫോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 ആണ്. ആൻഡ് നമ്മുടെ സോമുവിൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് 40 meter ആണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? മൈനസ് ചെയ്താൽ മതി. 415 - 40. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 410 meters കിട്ടും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൗ മെനി ഫ്ലോർസ് ഷുഡ് സോമോസ് ബിൽഡിംഗ് ഹാവ് ടു ബി ഹാസ് ഹൈ ഹാസ് ദ വാട്ടർഫോൾ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? സോമോസിൻ്റെ ബിൽഡിങ്ങിന് വാട്ടർഫോൾസിൻ്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ എത്ര ഫ്ലോർസ് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? വാട്ടർഫോൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 ആണ്. 1 floor എന്ന് പറയുന്നത് 4 meter ആണ്. സോ നമ്മളതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 450 divided by 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 112.5 കിട്ടും. അപ്പോൾ നമ്മൾ ആ 0.5 ഉള്ളതിനെ നമ്മൾ 3 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ 113 floors ആയിരിക്കും എന്താകുമ്പോൾ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ ഹൈറ്റിനോട് സോമുവിൻ്റെ ബിൽഡിങ് ചേർക്കുമ്പോൾ വരുന്നത്. അടുത്തൊരു സെക്ഷനാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന, ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോമാസ് ഒക്കെ, 5 digit നമ്പേഴ്സിൽ കോമാസ് ഒക്കെ യൂസ് ചെയ്ത് അത് നമുക്ക് ഈസിയാണ്. ആ ഒരു ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ ആ ഒരു എമൗണ്ടിനെ, ആ ഒരു സംഖ്യയെ വായിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ബിഗർ ആയിരിക്കാം, സ്മോളർ ആയിരിക്കാം, ഏതിനെ ആയാലും കോമാസ് യൂസ് ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിലി തോന്നാറുണ്ട് നമ്പേഴ്സിനെ. അതിപ്പോൾ ഒരു പക്ഷേ 10,000 ആയാലും 1 lakh ആയാലും കോമാസ് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസിലി വായിക്കാം, മനസ്സിലാകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ ഇൻ വേർഡ്സ്. നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടില്ലേ കോമാസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? 3,06,100 ആണ്.
ബി ക്വസ്റ്റ്യൻ്റെ ആൻസറോ 5,04,018. സി ക്വസ്റ്റ്യൻ 27,13,000 ആണ്. ആൻഡ് ഡി ക്വസ്റ്റ്യൻ 70,53,138. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റാണ്, കറസ്പോണ്ടിങ് നമ്പറാണ്. അതായത് നമ്മൾ നേരത്തെ വേർഡ്സിൽ എഴുതിയെങ്കിൽ ഇത് വേർഡ്സിലാണ് തന്നിരിക്കുന്നത്. നമ്മളിനി ഇതിനെ നമ്പേഴ്സിലാക്കി മാറ്റണം. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതും? 1,23,456 ആണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 ആൻഡ് 4, 5, 6 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 4,07,704. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ 15,05,050. ആൻഡ് ഡി ക്വസ്റ്റ്യൻ 10, 00, 23 ആൻഡ് 5. ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് അടുത്ത പാർട്ട് അടുത്ത വീഡിയോസിൽ വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.